ചിത്രകലയിലേക്ക് വരുന്ന ഏതൊരാളും ആദ്യമായി പരിചയപ്പെടുന്ന മീഡിയം വാട്ടർ കളർ തന്നെയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചിത്രം വരയ്ക്കുന്ന മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അത് ജലച്ചായമാണെന്ന്. ചരിത്രാതീത കാലം മുതൽക്കേ മനുഷ്യൻ ജലച്ചായം ഉപയോഗിച്ച് ചിത്രം വരച്ചതിന് തെളിവുണ്ടത്രേ. പൗരാണിക ഈജിപ്തുകാർ അവരുടെ രാജകീയ രേഖകൾ ജലച്ചായങ്ങളിൽ വരച്ച് സൂക്ഷിച്ചിരുന്നു അത്രേ. ചൈനക്കാർ കാലിഗ്രാഫിക്ക് വേണ്ടി ജലച്ചായം ഉപയോഗിച്ചിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ബോട്ടാണിക്കൽ ചിത്രങ്ങൾ വരയ്ക്കാനും ശാസ്ത്രീയ ചിത്രങ്ങൾ വരയ്ക്കാനും വാട്ടർ കളർ സാർവത്രികമായി ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ചിരുന്നു. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നില്ല. അന്ന് ആളുകൾ ഫോട്ടോഗ്രാഫി എടുക്കുന്നതിന് പകരം ഓരോ വസ്തുക്കളുടെ ചിത്രങ്ങൾ വരച്ച് സൂക്ഷിക്കലാണ് പതിവ്. ഭാരതീയരെ വാട്ടർ കളർ പരിചയപ്പെടുത്തുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിലെ ഭൂപ്രകൃതിയും അതുപോലെ ഇവിടെയുള്ള ആളുകളെയും ഇവിടെയുള്ള സസ്യങ്ങളും മരങ്ങളും എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ വരയ്ക്കുവാൻ വേണ്ടി ഒരുപാട് കലാകാരന്മാരെ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ സ്കൂൾ ഓഫ് ആർട്സ് എന്ന പ്രസ്ഥാനം തുടങ്ങുന്നത്. ഇന്നും സ്കൂൾ ഓഫ് ആർട്സിൽ പഠിപ്പിക്കുന്നത് വാട്ടർ കളർ എങ്ങനെ ഏറ്റവും മനോഹരമായി ചെയ്യാം എന്നത് തന്നെയാണ്. ബ്രിട്ടീഷുകാർക്ക് അന്ന് ഒരുപാട് ചിത്രത്തൊഴിലാളികളെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ സ്കൂൾ ഓഫ് ആർട്സിനെ അവർ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വാട്ടർ കളർ ഇന്ത്യയിൽ സാർവത്രികമായി വളർച്ച പ്രാപിച്ചു. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വാട്ടർ കളറേക്കാൾ മികച്ച മറ്റൊരു മീഡിയം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് സ്വഭാവമാണ് മറ്റൊരു പ്രത്യേകത. തുടക്കക്കാരനായ ഒരു കൊച്ചുകുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ ചിത്രകല പഠിച്ച ഒരു മാസ്റ്റർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ആർക്കും വളരെ എളുപ്പത്തിൽ വളരെ രസകരമായി ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം തന്നെയാണ് വാട്ടർ കളർ. ശരിയായ പരിശീലനമില്ലെങ്കിൽ വാട്ടർ കളറിൽ നമുക്ക് പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിലും ആളുകൾക്ക് ജലച്ചായത്തോട് വളരെയധികം താല്പര്യം കൂടിയിട്ടേയുള്ളൂ. പുതിയ പ്രൊഫഷണലുകൾ അവരുടെ പുതിയ ടെക്നിക്കുകളും സാങ്കേതിക വിദ്യകളും കൊണ്ട് ഈ കലയെ വളരെയധികം മുന്നോട്ട് നയിക്കുന്നു.